എല്ലാവർക്കും നമസ്കാരം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ മാറ്റി നിർത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ടിപ്സോ ട്രിക്സോ ഒക്കെ പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ റെമഡീസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഈ ഒരു കാര്യങ്ങളെ മാറ്റി നിർത്താമെങ്കിലും അത് മറ്റു പല രൂപത്തിലായിട്ടും മറ്റു പല സാഹചര്യങ്ങളിലും അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ വളരെ എവിഡൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈക്കോതെറാപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. അപ്പോൾ ഭൂരിഭാഗം പേര് വിചാരിക്കുന്നുണ്ടായിരിക്കുക ഇത്തരം സൈക്കോതെറാപ്പികളൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നത് ഒരു മാനസികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും എന്നതാണ്, അല്ലെ? പക്ഷേ ഇത്തരം സൈക്കോതെറാപ്പികളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാന്, നമ്മുടെ ഒരു മീനിങ് ഫുൾ ലൈഫ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാന് ഒന്നും വേണ്ട, നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടി അടുത്തറിയാനൊക്കെ ഇത്തരം തെറാപ്പികൾ വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി സൈക്കോതെറാപ്പിയിലൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം, നേടിയെടുക്കണം എന്നൊക്കെ കരുതുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട്, സൈക്കോതെറാപ്പിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുക എന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുന്നു, മെഡിസിൻ എടുക്കുന്നു. ആ മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അതതിൻ്റെ പണി ചെയ്തോളും, അല്ലേ? പക്ഷേ സൈക്കോതെറാപ്പിയിൽ ചില സൈക്കോതെറാപ്പി ഉണ്ട് കേട്ടോ. അതിൽ ഇപ്പോൾ ഹിപ്നോതെറാപ്പി പോലുള്ള തെറാപ്പികളിലൊക്കെ തെറാപ്പിസ്റ്റിനാണ് കൂടുതൽ റോള്. പക്ഷെ മറ്റൊരുപാട് തെറാപ്പികളിൽ തെറാപ്പിസ്റ്റും ക്ലയൻറ്റിനും ഒരേപോലെയുള്ള റോളാണ്. കാരണം ഈ തെറാപ്പി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ തെറാപ്പിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെയൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെ ക്ലിനിക്കൽ കണ്ടീഷൻസിലാണ് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി ഉപയോഗപ്രദമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നതാണ് ഇതൊക്കെ. ഇതിൽ മോഡറേറ്റ് റിസർച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡിപ്രഷൻ, മിക്സ്ഡ് ആൻസൈറ്റി, OCD, സൈക്കോസിസ് പോലുള്ള അവസ്ഥകളൊക്കെ. ഇതിലിപ്പോൾ സൈക്കോസിസ് എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നല്ല കേട്ടോ പറയുന്നത്. മെഡിക്കേഷന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്നു എന്നാണ്. ഇപ്പോൾ അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ ഇത്തരം തെറാപ്പികളിലൂടെ കഴിയുന്നു. എന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിമുട്ടിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന രീതിയിലൊക്കെ. ഏറ്റവും കൂടുതൽ റിസർച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ക്രോണിക് പെയിൻ ആണ്. കാരണം പെയിൻ ടോളറൻസ് എന്ന് പറയുന്നത് പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പെയിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു പ്രൈമറി പെയിൻ ഉണ്ടായിരിക്കും, അതിനെപ്പറ്റി ഒരുപാട് ഇമോഷണൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഒരു സഫറിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ സഫറിങ്ങിനെയൊക്കെ മാറ്റിയെടുക്കാൻ ആക്ട് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇനി WHO കാര്യത്തിൽ ആക്ടിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് അവർ സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട് ഒരു കോമിക് പോലെ ഒരു ബുക്ക്ലെറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഡൂയിങ് വാട്ട് മാറ്റേഴ്സ് ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ് എന്നാണ് അതിന്റെ പേര്. ഇത് ആർക്കും ഇന്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്യാവുന്നതാണ്, വായിക്കാവുന്നതാണ്. ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക്ലെറ്റ് ആണ്. ഇനി ഓസ്ട്രേലിയൻ സൈക്കോളജിക്കൽ അസോസിയേറ്റിയുടെ കുറച്ചുകൂടി കൂടുതലായിട്ട് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ആണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് അറ്റാക്ക്, ബോർഡർലൈൻ പേഴ്സണാലിറ്റി, ഹൈപ്പോകോൺട്രിയാസിസ്, OCD, പെയിൻ ഡിസോർഡേഴ്സ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് വൈഡ് ലെവലിൽ നമ്മുടെ ആക്ട് തെറാപ്പി ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്ലിനിക്കലി സ്റ്റഡി ചെയ്തിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇനി എന്താണ് ആക്ടിന്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്? ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹെയ്സ് ആണ്. ഈ തെറാപ്പിയുടെ തിയറി വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ റിലേഷണൽ ഫ്രെയിം വർക്ക് തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു തിയറി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ സഫറിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ലാംഗ്വേജ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ഇനി എന്താണ് ആക്ട് തെറാപ്പി എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പിയാണ്. ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ റിച്ച് ആൻഡ് മീനിങ് ഫുൾ ലൈഫിലേക്ക് എത്തിക്കുക എന്നതാണ്. നമ്മളിപ്പോൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക, പീസ്ഫുൾ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ പലരും പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും, അല്ലേ? പക്ഷെ ഇതൊക്കെ എത്രമാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രഷർ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് നമ്മുടെ ബോഡിക്ക് പോലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സെർട്ടൺ ലെവൽ ഓഫ് സഫറിങ്സും പെയിനും എല്ലാം നമ്മുടെ ഒരു നോർമൽ ലൈഫിന്റെ ഭാഗമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം വരുമ്പോൾ നമ്മൾ അതിനെ ആസ്വദിക്കുകയും അതിനെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇഷ്ടമില്ലാത്ത കാര്യം വരുമ്പോഴോ നമ്മളിൽ നിന്ന് ഓടി ഒളിക്കാനും ശ്രമിക്കും. എന്നാൽ ഇവിടെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ ഒരു തെറാപ്പിയിലൂടെ നോക്കുന്നത്. നമുക്കിനി നാളെ എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ വാല്യൂസ് എവിടെയൊക്കെയാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം ഒരു അവയർനെസ് നമുക്ക് ആവശ്യമാണ്. ഈ അവയർനെസ് കൊണ്ടുവരിക മാത്രമല്ല, നമ്മുടെ ലൈഫിന്റെ പർപ്പസും വാല്യൂസും ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും, അല്ലേ? അപ്പോൾ അതിലേക്ക് വേണ്ട ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് സെറ്റ് ചെയ്യാനും അത് നമുക്ക് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു തെറാപ്പിയുടെ സർക്കിൾ കംപ്ലീറ്റ് ആകുന്നത് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇവിടെ സിംറ്റംസ് റിഡക്ഷനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മുടെ പ്രസന്റിൽ ജീവിക്കാനാണ് ഇത് നമ്മളെ പ്രാപ്തമാക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സിംറ്റംസ് എല്ലാം താനെ കുറഞ്ഞു വരുന്നു എന്നതാണ് ആക്ട് തെറാപ്പി പറയുന്നത്. അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി ഒരു 6 പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ പേര് പോലെ തന്നെ ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന്, നമ്മുടെ ഓർമ്മകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായി പോയ പ്രവർത്തികളിൽ നിന്നുണ്ടായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സുകളിൽ നിന്നെല്ലാം നമ്മൾ ഓടിപ്പോവുകയല്ല, മറിച്ച് അതിനെയെല്ലാം അതിൻ്റെതായ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ തെറാപ്പിസ്റ്റ് നമ്മളെ കേപ്പബിൾ ആക്കുന്നു എന്നുള്ളത്. ഇനി കോഗ്നിറ്റീവ് ഡിഫ്യൂഷനിൽ നമ്മൾ ട്രിഗർ ചെയ്യുന്ന തോട്ട്സ് എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ പ്രസന്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരിക, അല്ലെങ്കിൽ സെൽഫ് ആസ് എ കോണ്ടസ്റ്റ് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുക, നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക, നമ്മുടെ കമ്മിറ്റഡ് ആക്ഷൻസ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ അത് വളരെ സന്തോഷത്തോടു കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 6 പ്രോസസ്സിലൂടെയാണ് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി പോകുന്നത്. ഈ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ തെറാപ്പിസ്റ്റ് നമ്മളെ ഇതിനെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ, നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി തരാനും അതിലേക്ക് എത്താനുള്ള ആക്ഷൻസ് മൈൻഡ്ഫുള്ളി നമുക്ക് ചെയ്യാനും തെറാപ്പിസ്റ്റ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ആക്ടിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ വാല്യൂസും മൈൻഡ്ഫുൾനെസ്സും ഫോർഗീവ്നെസ്സും കമ്പാഷനും ഒക്കെ മെഷർ ചെയ്യുക എന്നത് അത്രയ്ക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെ? അതുകൊണ്ട് തന്നെ ഇതൊരു സ്പിരിച്വൽ ആസ്പെക്റ്റിന്റെയും സയൻസ് ആസ്പെക്റ്റിന്റെയും കൂടി ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പിയാണ് നമുക്ക് പറയാം. ആക്ട് തെറാപ്പിയിൽ സിംറ്റംസ് റിഡക്ഷനെ അല്ല ഫോക്കസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ ആക്ടിന്റെ ഒരു ഫിലോസഫി അനുസരിച്ച് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ അതിനെന്ത് ചെയ്യും? ലാബിൽ ചെയ്യും, അല്ലെ? ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അയാൾ തന്നെ പറയും, ഞാൻ വളരെയധികം ആങ്സൈറ്റി ഉള്ള ഒരാളാണ്, അല്ലെ? പിന്നെ അയാളുടെ എപ്പോഴും ഉള്ള ചിന്ത ഇത് കുറച്ചാൽ മാത്രമേ ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരാളാവുകയുള്ളൂ എന്നതായിരിക്കും. അപ്പൊ ഈ ബുദ്ധിമുട്ടിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക എന്നൊരു ചിന്ത വരുമ്പോൾ ആ ബുദ്ധിമുട്ട് എപ്പോഴും കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആക്സെപ്റ്റൻസ് ആണ് ആദ്യം വേണ്ടത് എന്ന് തെറാപ്പി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയാണ് സിംറ്റംസ് നമുക്കത് എങ്ങനെയാണ് പ്രശ്നമാക്കുന്നത് എന്നതിലേക്കാണ് ഇവിടെ നോക്കുന്നത്. ഇനി ആക്ട് തെറാപ്പി മറ്റ് തെറാപ്പികളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിട്ടുള്ളത്? തേർഡ് വേവ് സൈക്കോതെറാപ്പിയിലാണ് ആക്ട് വരുന്നത്. മറ്റ് തേർഡ് വേവ് സൈക്കോതെറാപ്പികളാണ് DBT, MBCT, MBSR. ഈ മറ്റു 3 തെറാപ്പികളിലും പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന CBT പോലുള്ള തെറാപ്പികളൊക്കെ തന്നെയും മാനുവലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ട് അതിനെല്ലാം. പക്ഷേ ആക്ടില് ഒരു 6 പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിലെ ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ നമുക്ക് ഷോർട്ട് ടൈം തെറാപ്പികളായിട്ടും സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പികളായിട്ടും അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ട്രീറ്റ്മെന്റിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാക്ട് പ്രോട്ടോകോൾ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇത് മറ്റു തെറാപ്പികളെ അപേക്ഷിച്ച് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. ക്ലയന്റിന്റെ നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ മെത്തേഡുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, പുതിയ കാര്യങ്ങളും കൂടി ക്ലയന്റിന് പറഞ്ഞു കൊടുക്കാനും എന്നുള്ള രീതിയിലൊക്കെ
ഈ ഒരു 6 പ്രോസസ്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് പുതിയ കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി DBT പോലെയുള്ള തെറാപ്പികളൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ആക്ടിന്റെ കാര്യത്തിൽ അത് എല്ലാത്തരം ഗ്രൂപ്പുകൾക്കും ഇത് അപ്ലിക്കബിൾ ആണ്. കപ്പിൾസിന്, ഇൻഡിവിജ്വൽസിന്, കുട്ടികൾക്ക്, ഇങ്ങനെ ഒരു പ്രത്യേക തരം കാറ്റഗറി എന്ന് ആക്ട് തെറാപ്പിയിലില്ല. CBT നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു സൈക്കോതെറാപ്പിയാണ് അല്ലെ. CBTയിൽ പറയുന്നത് ഒരാൾക്ക് ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടായതിനു ശേഷം അയാൾക്ക് അത് ഫീൽ ചെയ്യുന്നു, അതിനുശേഷം അത് അയാളുടെ ബിഹേവിയറിന് കാരണമാക്കുന്നു. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ വരുമ്പോൾ അത് വീണ്ടും നെഗറ്റീവായിട്ടുള്ള തോട്ട്സിന് കാരണമാക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ട്രിഗർ ചെയ്യുന്ന ആ നെഗറ്റീവ് തോട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുകയും അത് റീസ്ട്രക്ചർ ചെയ്യുകയാണ് CBTയിൽ ചെയ്യുന്നത്. CBTയിൽ ഫോക്കസ് ചെയ്യുന്നത് കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ്ങിനാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തോട്ടിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുത്ത് ആ പ്രശ്നം മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ടില് ഇവിടെ അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തോട്ടാണ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ തോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് എൻകറേജ് ചെയ്യുന്നത്. അത് നമ്മുടെ ലൈഫിനെ ഒരു നാച്ചുറൽ പാർട്ടായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയും അതിനെ ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യാൻ ആക്ട് തെറാപ്പി നമ്മളെ സഹായിക്കുന്നു. ഇവിടെ കോഗ്നിറ്റീവ് ടെക്നിക്കുകളോടൊപ്പം തന്നെ മൈൻഡ്ഫുൾനെസ്സും കൂടി ഈ ഒരു ആക്ട് തെറാപ്പിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു ക്ലാസിക്കൽ മെഡിറ്റേഷൻ ഉണ്ട് അല്ലെ. നമ്മളൊരു ശാന്തമായിട്ടുള്ള സ്ഥലത്തിരുന്ന് നമ്മൾ ബ്രെത്തിൽ ശ്രദ്ധിക്കുക. പക്ഷെ ഇവിടെ അത് മാത്രമല്ല, ചെറിയ ചെറിയ ടെക്നിക്കുകളായിട്ടാണ് ഒരാളിലേക്ക് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന കാര്യം നമ്മൾ എത്തിക്കുന്നത്. CBT എന്നത് നമ്മൾ ഒറ്റക്കാലം നമ്മൾ അത് യൂസ് ചെയ്യുന്നതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പി ആണെങ്കിലും അതിൻ്റെ എല്ലാം കുറവുകളെ മാറ്റിക്കൊണ്ട് പുതിയതായിട്ട് വന്ന തേർഡ് വേവ് സൈക്കോതെറാപ്പിയിലുള്ള ഒരു തെറാപ്പിയാണ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടിൻ്റെ ടെക്നിക്കുകളെ കുറിച്ച്, അതിൻ്റെ മെഡിറ്റേഷൻ അതെങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോട് കൂടി ചെയ്തതാണ് ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയുകയും ഇത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇത് ആപ്ലിക്കബിൾ ആണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതിൻ്റെ ടെക്നിക്കുകളെ കുറിച്ച്, ഇത് ചെയ്യേണ്ട രീതികളെ കുറിച്ച്, മെഡിറ്റേഷനെ കുറിച്ച് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.